അപ്പോൾ ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടി തക്കുട് സുണ്ട മാങ്ങ കുഞ്ഞുങ്ങളെ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകിയെടുത്തിട്ട് വേണം അതെല്ലാം തൊലി കളഞ്ഞ് വേണം എടുക്കാൻ. തൊലി ആവശ്യമില്ല, തൊലിയെല്ലാം പതിയെ പൊളിച്ച് കളഞ്ഞ് എന്തുമാത്രമാണോ മാങ്ങ ആവശ്യമുള്ള അത്രയും മാങ്ങകൾ പൊളിച്ച് ഒരു ചട്ടിയിലേക്ക് ഇടുക. ചട്ടിയിലേക്ക് ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് തിളപ്പിച്ച് എടുക്കണം. ഓക്കെ, മാങ്ങ നല്ലപോലെ തിളച്ച് കിട്ടണം, വെന്ത് കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം അരപ്പ് അതിലേക്ക് ചേർക്കാനുള്ളത്. അപ്പം മാങ്ങ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാം. അരപ്പെന്ന് പറയുന്നത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുത്തതാണ്. സാധാരണ മാമ്പഴ പുളിശ്ശേരിക്ക് പൊതുവെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും വേറൊരു കൂട്ടം കൂടിയുണ്ട്. അത് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ചാറൊന്ന് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ. ചൂടായ ചാറിലേക്ക് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് പിന്നീട് ചൂടാക്കേണ്ട കാര്യമില്ല. അതിലേക്ക് അവസാനം കടുകും കൂടി ചാലിച്ചൊഴിക്കുക. പിന്നീടാണ് നമ്മൾ ചോറെടുക്കുക, നല്ല ചൂട് ചോറെടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം മാമ്പഴവും അതിൻ്റെ ചാറും അല്പം വറ്റൽമുളകും കൂടി ചേർത്ത് തിരുമ്മി കുഴച്ച് ആ ചൂടോടെ കഴിക്കുക. വേറെ കറിയൊന്നും ചേർക്കാതെ ഇത് മാത്രം കഴിച്ച് നോക്കണം, പൊളി ടേസ്റ്റാണ്.